ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വീടുകൾ, ആഡംബര ഭവനങ്ങൾ ഒരുപാട് വിൽക്കാനുണ്ട്. വിൽക്കുന്നതിന് വേണ്ടി ഓൺലൈൻ സൈറ്റുകളിലും ബ്രോക്കേഴ്സിനെയും ഇതിന്റെ ഒക്കെ പുറമെ ബോർഡ് വെച്ചും എല്ലാം അതിനെ ആവശ്യക്കാരെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ വശങ്ങൾ, എന്താണ് ഇത്രയധികം വീടുകൾ വിൽക്കുന്നത് എന്ന്? അതും ആഡംബര വീടുകൾ, നല്ല മോഡലിംഗിൽ 3, 4, 5 വർഷം കൊണ്ട് 10 വർഷത്തിന്റെ മാത്രം പഴക്കം, അത്രയും പഴക്കം ഉള്ള വീടുകളാണ് ഇന്ന് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് അന്വേഷിച്ചു. ഒരുപാട് ലേഖനങ്ങൾ അതേപ്പറ്റി വായിച്ചു. ഒരുപാട് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ അതേപ്പറ്റി കേട്ടു. ഇതൊക്കെ ഒരുപാട് വാട്സപ്പ് ചർച്ചകൾ അതിനെപ്പറ്റി ഗ്രൂപ്പുകളിലൊക്കെ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അതിനെപ്പറ്റി ചർച്ചകൾ ചെയ്യുന്നു. എന്താണ് ഇതിന്റെ കാരണമെന്ന് അന്വേഷിച്ചു. അപ്പോൾ നമ്മുടെ മലയാളികൾ വളരെ വിദഗ്ധമായി ഇതിനെ അടിമപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിദേശികളല്ല ഇത്രയും ആർഭാടമായി വീടുകൾ ഉണ്ടാക്കുന്നത്. അവരെ വീടുകൾ ഉണ്ട് എങ്കിലും അവർ വളരെ കുറച്ച് വീടുകളെ ഉള്ളൂ. ആർഭാടമുള്ള വീടുകളൊക്കെ തന്നെയാണ് എങ്കിലും അത് കുറവാണ്. സർക്കാർ ജോലി ചെയ്യുന്ന, കേരളത്തിലോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിലോ സർക്കാർ ജോലി ചെയ്യുന്ന ആളുകളുമല്ല. ഈ സാധാരണ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇതിനെ അടിമപ്പെട്ട് ജീവിക്കുന്നത്. ഈ ആഡംബര ആഡംബര വീട് ഉണ്ടാക്കുകയും 10-25 വർഷക്കാലം ഗൾഫിൽ നിന്നാൽ പോലും കിട്ടാത്ത സംഖ്യ ചെലവഴിച്ച് ആഡംബര വീടുണ്ടാക്കി അവസാനം അത് വിൽപ്പനയ്ക്ക് വെച്ച് ആ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളാണ്. അപ്പോൾ നമ്മൾ അത് സർക്കാർ ജോലിക്കാർക്ക് ഒരു ആഡംബര വീട് ഉണ്ടാക്കിയാലും അവരെ ബേസിക് സാലറിക്ക് അനുസരിച്ച് ഉള്ള സംഖ്യയാണ് ബാങ്ക് ഇഷ്യൂ ചെയ്യുള്ളൂ. അതിനനുസരിച്ച് ഒരു വീടാണ് അവർക്ക് ഉണ്ടാക്കാനും സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവർ സ്ഥലം വിറ്റോ വസ്തു വിറ്റോ എന്തൊക്കെയെങ്കിലൊക്കെ പൈസ കണ്ടെത്തേണ്ടി വരും. ഇത് അതല്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് കൊടുക്കുന്നത് അവരെ ബേസിക് സാലറിക്ക് അനുസരിച്ച് റിട്ടയർമെന്റിന്റെ ടൈം വരെ അടച്ചു തീരാവുന്ന സംഖ്യ, അല്ലെങ്കിൽ പെൻഷനിൽ നിന്ന് അടച്ചു തീരാവുന്ന ഇത്രയൊക്കെ സംഖ്യ അവർക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിനൊരു ലിമിറ്റ് ഉണ്ട്. പ്രവാസികളെ സംബന്ധിച്ച് അവരെങ്ങനെയൊക്കെ ഈടൊക്കെ കൊടുത്ത് ഇത്രയും വലിയ വീടുണ്ടാക്കി ആ വീട് 4, 5 അല്ലെങ്കിൽ 10 വർഷത്തിന്റെ മുന്നായിട്ട് ആ വീട് വിൽപ്പനയ്ക്ക് വെക്കണം. അപ്പോഴൊക്കെ ആ കടം കയറി ആകെ ജപ്തി നടപടികളിലേക്ക് ആ സാധു എത്തിപ്പെട്ടിരിക്കും. അപ്പൊ എന്താണ് ഇതിന് പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരവരുടെ വരുമാനത്തിന്റെ നിന്നിട്ടുള്ള ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഭവനങ്ങളാണ് വെക്കാൻ പാടുള്ളൂ. അതിനുള്ള പരിശ്രമങ്ങളാണ് നടത്തേണ്ടത്. അല്ലാതെ അപ്പുറത്തിനേക്കാൾ എനിക്ക് വലുത് വേണം എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇവിടെ ഈ കേരളത്തിൽ ഇത്രയധികം ആഡംബര വീടുകൾ വിൽപ്പനയ്ക്ക് വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. പല വീടുകളിലെയും ഇതേ ലേഖനങ്ങളിൽ നിന്നൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നത്, എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതൊന്ന് വിറ്റ് കിട്ടണം എന്നതാണ്. ഒരു മിക്ക വീടുകളും മുറിച്ചു വിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം സ്ഥലം കുറവാണ്. ഇനി സ്ഥലമുള്ള വീടാണെങ്കിൽ നമ്മുടെ വാസ്തുശാസ്ത്രം അനുസരിച്ച് അത് ആ വീടിന്റെ ഏകദേശം, ആ പറമ്പിന്റെ ഏകദേശം നടുവിലായിരിക്കും ആ വീടിന്റെ സ്ഥാനം കണ്ടിട്ടുണ്ടാവും. അപ്പോ മുറിച്ച് വെക്കാനും പറ്റാത്ത അവസ്ഥ ആയിരിക്കും. കാരണം 4 സെന്റ്, പല 8 സെന്റ് 10 സെന്റോ ആണെങ്കിൽ അതിൽ ഒരു 4-5 സെന്റ് സ്ഥലത്ത് വീട് നിൽക്കുന്നുണ്ടാവും. ആ നിൽക്കുന്നതും ഏകദേശം ആ 10 സെന്റുള്ള സ്ഥലമാണെങ്കിൽ ആ 10 സെന്റിന് നടുവിലായിരിക്കും ആ വീട് നിൽക്കുന്നുണ്ടാവും. അപ്പൊ അത് മുറിച്ച് വിൽക്കാനും പറ്റാത്ത അവസ്ഥ. അപ്പൊ ഇതിനൊക്കെ കാരണം എന്താ? അടിസ്ഥാന കാരണം ഈ ലോണാണ്. ഇത് നമ്മള് ഹൗസിംഗ് ലോണിനെ നിരുത്സാഹപ്പെടുത്തുകയോ ഒന്നുമല്ല, നമ്മുടെ പ്രവാസികളെ ഒരു ബോധവൽക്കരണം മാത്രം നടത്തുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രവാസികളാണ് ഇതിന് കൂടുതലും അടിമപ്പെട്ടിരിക്കുന്നത്. ഗൾഫ് നാടുകളിൽ താമസിക്കുന്ന പ്രവാസികൾ. യൂറോപ്പിലുള്ളവരിൽ ഇതിൽ വളരെ കുറവേ ഉള്ളൂ, റയറായിട്ടേ ഉള്ളൂ. ഗൾഫ് നാട്ടിൽ താമസിക്കുന്ന പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ ഈ ദുരിതത്തിൽ പെടുന്നവര്. അവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ 50-60 1 കോടി റുപ്യയുടെ വീടുണ്ടാക്കണം. അവർക്ക് ആകെ മാസം കിട്ടുന്നത് 25,000, 30,000, 40,000 രൂപയാവും. ഈ 40,000-ന് 25,000, 30,000 അടവടക്ക എന്നാണ് ഇവർ കണക്കൂട്ടുന്നത്. പക്ഷെ ഗൾഫിനെ സംബന്ധിച്ച് പ്രവാസം എവിടെയാണെങ്കിലും അതൊരു ശാശ്വതമായ ജോലിയല്ല. എപ്പോഴും നഷ്ടപ്പെടും, വീണ്ടും തിരിച്ചു കിട്ടും. എങ്കിലും അത് എപ്പോഴും നഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ്. അത് കാണണം. അത് സമയത്ത് സർക്കാർ ജോലി നഷ്ടപ്പെടുന്നില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ട്, പെൻഷൻ ആവണേ ഉള്ളൂ.
പക്ഷെ പ്രവാസം അതല്ല, ബിസിനസ് അതല്ല. ബിസിനസ് രണ്ടും എപ്പോഴും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഇതുകൊണ്ടാണ് ഇത്രയധികം വീടുകൾ വിൽപ്പനക്ക് വെക്കേണ്ടി വരുന്നതും ഇത്രയധികം ജനങ്ങൾ ദുരിത ജീവിതത്തിൽ നയിക്കേണ്ടി വരുന്നതും. ഇതായിട്ട് ബന്ധപ്പെട്ടും ഒരുപാട് ആത്മഹത്യ കാര്യങ്ങളും കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഒരു ബോധവൽക്കരണം എന്ന് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും അവരവരുടെ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ചുള്ള ഒരു വീട് നിർമ്മാണം ആരംഭിക്കുകയാണെങ്കിൽ അത് ഒരു തലമുറക്കെങ്കിലും ഉപയോഗപ്പെട്ടതിനു ശേഷം ബാക്കി പിന്നെ വിറ്റാലും കുഴപ്പമില്ല. ഉണ്ടാക്കിയ ആ വീട് നിർമ്മിച്ച ആൾക്ക് അതിൽ അയാളെ ആയുഷ്കാലം മുഴുവൻ താമസിക്കാൻ സാധിച്ചാൽ അതൊരു ഏറ്റവും വലിയ ഭാഗ്യമാവും. ആ ഭാഗ്യം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ വരുമാന പരിധിക്കുള്ളിൽ നിന്ന് ഉള്ള വീടുകൾ നിർമ്മിക്കണം. അതും കയ്യിലുള്ള പൈസ എത്രയാണോ അതിനനുസരിച്ചുള്ള വീടുകൾ നിർമ്മിക്കുക. വരാൻ പോകുന്ന പൈസയെ കുറിച്ച് ചിന്തിച്ച് ഇത്രയും വലിയ വീടുകൾ നിർമ്മിച്ചിട്ട് പിന്നെ അത് വിൽപ്പനക്ക് വെക്കാൻ, വിൽപ്പനക്ക് വാങ്ങാനും ഇപ്പോൾ സാഹചര്യത്തിൽ വളരെ കുറഞ്ഞ ആളുകളെ കിട്ടുന്നുള്ളൂ. അതാണല്ലോ നമ്മൾ ഈ വീട് വിൽപ്പനക്ക് വെച്ച് എന്ന് പറയുന്നത്. അപ്പൊ അത് പെട്ടെന്ന് കച്ചവടമായി പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ നമ്മൾ വിഷയം തന്നെ അറിയില്ലല്ലോ. അപ്പൊ ഈ വിഷയം അറിയുന്നത് എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടുകൾ കച്ചവടമാവുന്നില്ല, കച്ചവടമാകാൻ ആളെ കിട്ടുന്നില്ല. ഈ അവസ്ഥ വരുമ്പോഴാണ് ഒരു സ്തംഭനാവസ്ഥ വരികയും ജീവിതം വഴിമുട്ടി എന്ത് ചെയ്യും എന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിപ്പെടുന്നത്. അപ്പൊ ആ അവസ്ഥ എത്തിപ്പെടാതിരിക്കുവാൻ പ്രവാസികളാണ് ഇതിൽ കൂടുതലും ഇരയാകുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്, പ്രവാസികൾ കൂടുതലും ഇതിൽ ഇരയാവുന്നുണ്ട്. പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരവരുടെ വരുമാനത്തിനനുസരിച്ച് അത് ഫണ്ട് ഏകദേശം ഒരു 3/4 ഭാഗമെങ്കിലും ഫണ്ട്, പകുതിയിൽ കൂടുതലെങ്കിലും ഫണ്ട് കയ്യിലായതിനു ശേഷം മാത്രം ഇത്തരം പ്രവർത്തികൾക്ക് ഏർപ്പെട്ടാൽ തന്നെ അത് അവരവരുടെ ഇതിനനുസരിച്ചുള്ള ഒരു ചെറിയ വീടുകൾ നിർമ്മിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. എന്നാൽ ഒരു ആയുഷ്കാലം മുഴുവനെങ്കിലും അതിൽ താമസിക്കാൻ സാധിക്കുമല്ല എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ വിൽപ്പനക്ക് വെച്ച ഗണത്തിൽ നിങ്ങളും പെടും. അപ്പൊ അത് പെടാതിരിക്കുവാൻ ഒരാൾക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.